നാണം കെട്ട് പണം നേടിയാൽ ആ നാണക്കേട് പണം തീർക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നെറുകെട്ട് അധികാരം നേടിയാൽ നാണം കെട്ട് പണമുണ്ടാക്കാം എന്ന് കരുതുന്ന ഒരു കൂട്ടരുമുണ്ട്. അവരെ നമുക്ക് BJP എന്ന് വിളിക്കാം. പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ ദ്വയങ്ങളുടെ പിന്നിലുള്ള BJP. തങ്ങളുടെ പാർട്ടിയും അതിൻ്റെ അജണ്ടയായി ഹിന്ദുത്വവും വളർത്താൻ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു സർക്കാരാണ് മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളതെന്ന് തിരിച്ചറിയാത്ത ആരും രാജ്യത്ത് ബാക്കിയുണ്ടാവില്ല. അതൊരു മേന്മയായി കൊണ്ടു നടക്കുകയാണ് സംഘ് പരിവാർ നേതൃത്വം എന്നതും യാഥാർത്ഥ്യം. രാജ്യത്തെ ഘട്ടം ഘട്ടമായി സ്വദേശികൾക്കും വിദേശികൾക്കും പണയപ്പെടുത്തുന്ന തീവ്ര നിലപാടിലാണ് കഴിഞ്ഞ 11 വർഷത്തോളമായി മോദി സർക്കാർ. അതിന്റെ പരിണിത ഫലമാണ് രാജ്യത്തിന്റെ അസമത്വത്തിന്റെ അന്തരം ചരിത്രത്തിലില്ലാത്ത വിധം ഉയർന്നത്. ആഗോളതലത്തിൽ ഏറ്റവും അധികം ദരിദ്രരുള്ള രാജ്യമായി ഇന്ത്യ മാറിയതും ഇക്കഴിഞ്ഞ ഒരു ദശകത്തിനിടയിലാണ്. അതേക്കുറിച്ചൊക്കെ വേവലാതിപ്പെടേണ്ടതും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതും ധാർമ്മികമായി രാജ്യം ഭരിക്കുന്നവരാണ്. പക്ഷെ രാജ്യത്തെയും ജനങ്ങളെയും വിറ്റിട്ടായാലും തങ്ങളുടെ അജണ്ടയും അത് വളർത്താനുള്ള അധികാരവും നിലനിർത്തണം എന്നാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ നിലപാട്. ഇത് തെളിയിക്കുന്നതിന്റെ പുതിയൊരു തെളിവ് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും കരാറുകാരിൽ നിന്നും BJP പാർട്ടി ഫണ്ട് പിരിച്ചെടുത്തുവെന്നതാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇത് കേവലം പ്രതിപക്ഷ ആരോപണമല്ല, ഫണ്ട് നൽകിയവർ തെളിവുകളോടെ പുറത്തുവിട്ട വിവരമാണ്. സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കിസാൻ സേവ തുടങ്ങിയ പദ്ധതികളുടെ മറവിലായിരുന്നു ധനശേഖരണം. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചേർത്തുകൊണ്ടായിരുന്നു കബളിപ്പിക്കലെന്ന് ചെന്നൈ ആസ്ഥാനമായ സത്യം TVയുടെ ന്യൂസ് എഡിറ്റർ അരവിന്ദാക്ഷൻ തെളിവുകളോടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2021 ഡിസംബർ 25-ന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തിലാണ് BJP അധ്യക്ഷൻ JP നഡ്ഡ BJPക്കായി മൈക്രോ ഡൊണേഷൻ പദ്ധതി പ്രഖ്യാപിച്ചത്. നരേന്ദ്രമോദി.in പോലുള്ള സ്വകാര്യ പ്ലാറ്റ്ഫോമുകളിലൂടെയും നമോ ആപ്പിലൂടെയും 2022 ഫെബ്രുവരി വരെ സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കിസാൻ സേവ എന്നിവയ്ക്കായി സംഭാവന ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ X ഹാൻഡിൽ വഴി പ്രചാരണത്തിൽ പിന്തുണ നൽകുകയും ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റ് ഇട്ടു. ഈ പ്ലാറ്റ്ഫോമിലൂടെ സംഭാവന നൽകിയത് തനിക്ക് BJPയുടെ ഓഫീസിൽ നിന്നും മെയിൽ വഴി രസീത് ലഭിച്ചതോടെയാണ് പണം BJPയുടെ കേന്ദ്ര ഓഫീസാണ് കൈപ്പറ്റിയതെന്ന് വ്യക്തമായത് എന്ന് അരവിന്ദാക്ഷൻ വ്യക്തമാക്കി. തുടർന്ന് കൂടുതൽ വിവരങ്ങൾക്കായി വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുകയും ഈ പദ്ധതികൾക്കായി ഫണ്ട് പിരിക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങളോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ BJPക്ക് പ്രത്യേക അനുമതി നൽകിയിട്ടില്ലെന്ന മറുപടി ലഭിക്കുകയും ചെയ്തു. 2 സെമി കണ്ടക്ടർ യൂണിറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ 44,000 കോടി രൂപ സബ്സിഡി നൽകിയതിന് പിന്നാലെ ടാറ്റ ഗ്രൂപ്പ് 758 കോടി രൂപ സംഭാവന BJPക്ക് സംഭാവന നൽകിയ വാർത്ത പുറത്തു വന്നത് ആഴ്ചകൾക്ക് മുമ്പാണ്. 2024 ഫെബ്രുവരിയിലാണ് കേന്ദ്ര മന്ത്രിസഭ സെമി കണ്ടക്ടർ യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകിയത്. തൊട്ടു പിന്നാലെ ഏപ്രിലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ടാറ്റ ഗ്രൂപ്പ് BJPക്ക് സംഭാവന കൈമാറി. ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയായിരുന്നു തുക നൽകിയത്. BJP ഭരിക്കുന്ന ഗുജറാത്തിലും അസമിലുമാണ് വ്യവസായ യൂണിറ്റുകൾ അനുവദിച്ചത് എന്നതും ആദ്യമായാണ് ടാറ്റ ഗ്രൂപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകുന്നത് എന്നതും യാദൃശ്ചികമായി കരുതാനാവില്ല. UPA സർക്കാർ 2013 ആരംഭിച്ച ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ സംഭാവനയുടെ ഉറവിടം ഏത് പാർട്ടിക്ക് എത്ര തുക നൽകി എന്നതും വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇത് റദ്ദാക്കി മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് വമ്പൻ അഴിമതിക്ക് കാരണമാവുന്നുവെന്ന് പരാതി ഉയരുകയും സുപ്രീം കോടതി ഇടപെട്ട് നിർത്തലാക്കുകയുമായിരുന്നു. ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി വിധി എഴുതിയ ഇലക്ട്രൽ ബോണ്ട് വഴി ശതകോടികളാണ് BJP കൈപ്പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയുള്ള രാഷ്ട്രീയ ധനസമാഹരണത്തിലും BJP തന്നെയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. അധികാരവും അതിന്റെ സ്വാധീനവും ഉപയോഗിച്ച് സ്വേച്ഛാധിപത്യ അജണ്ട നടപ്പാക്കാൻ മാത്രം പരിശ്രമിക്കുകയും രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറലിസവും തകർക്കാൻ ധനസമാഹരണം നടത്തുകയും ചെയ്യുന്ന പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരെ മാധ്യമങ്ങൾ പുലർത്തുന്ന മൗനം തികച്ചും ആത്മഹത്യാപരമാണ്.